എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സിംഗിൾ TestNG ഡേറ്റ പ്രൊവൈഡർ യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ TestNG ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ എക്ലിപ്സ് IDE ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ com.testng.dataproviders എന്ന പാക്കേജിനകത്ത് ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഡേറ്റ പ്രൊവൈഡർ TestNG ടെസ്റ്റ് എന്നുള്ളത്. ഈ ക്ലാസ്സിനകത്ത് രണ്ട് TestNG ടെസ്റ്റ് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ക്രിയേറ്റ് യൂസർ എന്ന മെത്തേഡും രണ്ടാമത് അപ്ഡേറ്റ് യൂസർ എന്ന മെത്തേഡുമാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ്സിനകത്ത് രണ്ട് ഡേറ്റ പ്രൊവൈഡറും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത് യൂസർ ഡേറ്റ 1, രണ്ടാമത് യൂസർ ഡേറ്റ 2. ഫസ്റ്റ് TestNG ടെസ്റ്റ് മെത്തേഡ് യൂസർ ഡേറ്റ 1 എന്ന ഡേറ്റ പ്രൊവൈഡർ ആണ് യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് 4 ആർഗ്യുമെന്റ് ആണ് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ 4 ആർഗ്യുമെന്റ് നമ്മൾ യൂസർ ഡേറ്റ 1 എന്ന ഡേറ്റ പ്രൊവൈഡ് ത്രൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ് റൺ ആവുമ്പോൾ ടോം എന്ന വാല്യൂ ഫസ്റ്റ് നെയിമിലേക്ക് വരും. അതുപോലെ ബോബ് എന്ന വാല്യൂ ലാസ്റ്റ് നെയിമിലേക്കും ടോമി എന്ന വാല്യൂ യൂസർ നെയിമിലേക്കും 1234567890 എന്ന മൊബൈൽ എന്ന ഫീൽഡിലേക്കുമാണ് വരാൻ പോകുന്നത്. അതുപോലെ അപ്ഡേറ്റ് യൂസർ എന്ന മെത്തേഡ് എക്സിക്യൂട്ട് ആകുമ്പോൾ test123@gmail.com എന്ന വാല്യൂ ഇമെയിലിലേക്കും ന്യൂ ജേഴ്സി എന്ന വാല്യൂ അഡ്രസ്സിലേക്കും ആയിരിക്കും സ്റ്റോർ ആകാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് TestNG ടെസ്റ്റ് മെത്തേഡ്സും രണ്ട് സെപ്പറേറ്റ് ഡേറ്റ പ്രൊവൈഡറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് ഡേറ്റ പ്രൊവൈഡറും സെയിം ക്ലാസ്സിലുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി വേറെ ക്ലാസ്സിൽ നിന്ന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഏത് ക്ലാസ്സിലാണ് നമ്മൾ ആ ഡേറ്റ പ്രൊവൈഡർ കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഇവിടെ ഡേറ്റ പ്രൊവൈഡർ ക്ലാസ് എന്നുള്ള ഒരു ആട്രിബ്യൂട്ടോടെ നമ്മൾ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി ഡേറ്റ പ്രൊവൈഡർ എന്ന കൺസെപ്റ്റ് ഷെയർ ചെയ്തപ്പോൾ നിങ്ങളോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് ആദ്യം ഇത് കറക്റ്റായിട്ട് വർക്ക് ആണെന്നൊന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG ടെസ്റ്റ്. എല്ലാം പാസ്സായി. ഫസ്റ്റ് നെയിം ഈസ് ടോം എന്നുള്ളത് വന്നു, ലാസ്റ്റ് നെയിം ഈസ് ബോബ്, യൂസർ നെയിം ഈസ് ടോമി, മൊബൈൽ ഈസ് 1234567890, ഇമെയിൽ ഈസ് test123@gmail.com, അഡ്രസ് ഈസ് ന്യൂ ജേഴ്സി എന്നുള്ളതും വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം ക്രിയേറ്റ് യൂസർ എന്ന മെത്തേഡ് റൺ ആയപ്പോൾ ടോം, ബോബ്, ടോമി 1234567890 എന്ന വാല്യൂസ് ആണ് ആ മെത്തേഡിന് പ്രൊവൈഡ് ചെയ്തത്. അതുപോലെ അപ്ഡേറ്റ് യൂസർ എന്ന മെത്തേഡ് എക്സിക്യൂട്ട് ആയപ്പോൾ test123@gmail.com ന്യൂ ജേഴ്സി എന്ന വാല്യൂ ആണ് ആ മെത്തേഡിന് ഡേറ്റ പ്രൊവൈഡർ ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഡേറ്റ പ്രൊവൈഡർ യൂസ് ചെയ്തു. ഇതിന് പകരം നമ്മളൊരു സിംഗിൾ ഡേറ്റ പ്രൊവൈഡർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ TestNG ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാനാണ് പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. കോപ്പി ചെയ്യുന്നു ഈ ഫയല്, അതിനുശേഷം സെയിം പാക്കേജ് തന്നെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫയലിൻ്റെ പേര് മാത്രം ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. സിംഗിൾ ഡേറ്റ പ്രൊവൈഡർ TestNG ടെസ്റ്റ് എന്ന് പറഞ്ഞാണ് ഞാൻ ക്ലാസിൻ്റെ പേര് മാറ്റുന്നത്. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാൻ ആ ക്ലാസ് സെലക്ട് ചെയ്യുകയാണ്. ഇനി ഈ ഒരു ക്ലാസ്സിൽ ഞാനൊരു സിംഗിൾ ഡേറ്റ പ്രൊവൈഡർ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാൻ ആ ഡേറ്റ പ്രൊവൈഡർ യൂസ് ചെയ്തായിരിക്കും ഈ രണ്ട് TestNG ടെസ്റ്റ് മെത്തേഡ്സിനും ഡേറ്റ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. ആദ്യമേ ഞാൻ ഈ യൂസർ ഡേറ്റ 2 എന്നുള്ള ഈ ഒരു പാർട്ട് എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്, അതായത് ഫസ്റ്റ് ഡേറ്റ പ്രൊവൈഡറിലേക്ക്. അതുപോലെ തന്നെ ഡേറ്റ പ്രൊവൈഡറിന്റെ പേര് ഞാൻ യൂസർ ഡേറ്റ 1 എന്നുള്ളത് മാറ്റി യൂസർ ഡേറ്റ എന്നാക്കുന്നു. അതിനുശേഷം ഈ ഇത്രയും പാർട്ട് മാത്രം ഞാൻ കോപ്പി ചെയ്യുന്നു, അതിവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ്. ഈ റിട്ടേൺ എന്നുള്ള പാർട്ടും ഞാൻ റിമൂവ് ചെയ്യുന്നു. ഇനി ഞാൻ ജാവയിലെ റിഫ്ലക്ഷൻ എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്ത്
മെത്തേഡിൻ്റെ ഡീറ്റെയിൽസിന് ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഡേറ്റ പ്രൊവൈഡർ ഓരോ മെത്തേഡിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഒരു സ്ട്രിങ് വേരിയബിളായ മെത്തേഡ് നെയിം എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ മെത്തേഡ് നെയിം കിട്ടുന്നത് നമ്മൾ മെത്തേഡ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡിൽ പാരാമീറ്ററൈസ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മെത്തേഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യേണ്ടത് java.lang.reflect എന്ന പാക്കേജിൽ നിന്നാണ്. നിങ്ങൾക്ക് കാണാം അത് ഇമ്പോർട്ട് ആയിരിക്കുന്നത്. ഇനി ആ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് മെത്തേഡിന്റെ പേര് റിട്രീവ് ചെയ്യാൻ സാധിക്കും. method.getName എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഈ ഡേറ്റ പ്രൊവൈഡർ ഞാൻ റിമൂവ് ചെയ്യുവാണ്. get name എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുന്നു. ഇനി മെത്തേഡ് നെയിം അനുസരിച്ചാണ് നമ്മൾ റിട്ടേൺ ടൈപ്പ് പാസ് ചെയ്യാൻ പോകുന്നത്. ഈ മെത്തേഡ് നെയിം ഡോട്ട് ഈക്വൽസ് മെത്തേഡിന്റെ നെയിം ഇവിടെ നമ്മൾ പാസ് ചെയ്യണം. ആദ്യത്തെ മെത്തേഡിന്റെ പേര് ക്രിയേറ്റ് യൂസർ എന്നുള്ളതാണ്. ക്രിയേറ്റ് യൂസർ ആണ് മെത്തേഡ് എങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് data1 ആണ്. else if മെത്തേഡ് നെയിം അപ്ഡേറ്റ് യൂസർ എന്നുള്ളതാണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടത് data2 ആണ്. ഇത് രണ്ടും അല്ലാതെ വേറൊരു മെത്തേഡ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിന് ഡേറ്റ പ്രൊവൈഡർ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ എറർ മെസ്സേജ് കിട്ടാൻ വേണ്ടി ഒരു എൽസ് കണ്ടീഷൻ കൂടി ഞാൻ ആഡ് ചെയ്യുവാണ്. എൽസ് റിട്ടേൺ ന്യൂ 2 ഡയമെൻഷൻ അറേ ആണ് ഞാൻ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. Please provide test data. ടു ഡയമെൻഷൻ അറേ കറക്റ്റായിട്ട് പാസ് ചെയ്യുക. എറർ പോയി. ഫയൽ സേവ് ചെയ്തു. ഇനി ഞാൻ ഈ പർട്ടിക്കുലർ ക്ലാസ് റൺ ചെയ്യാൻ പോവുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൺ ചെയ്യുന്നതിന് മുമ്പ് ഈ വിൻഡോ മിനിമൈസ് ചെയ്യുവാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സിംഗിൾ ഡേറ്റ പ്രൊവൈഡർ മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസ് നോക്കി നിങ്ങൾക്ക് കാണാം ഇവിടെ രണ്ട് സെപ്പറേറ്റ് ഡേറ്റ പ്രൊവൈഡർ കൊടുക്കുന്നുണ്ട്. യൂസർ ഡേറ്റ 1 എന്ന് പറഞ്ഞു, അതുപോലെ യൂസർ ഡേറ്റ 2 എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കേസിൽ ഒരു സിംഗിൾ ഡേറ്റ പ്രൊവൈഡർ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, യൂസർ ഡേറ്റ എന്നുള്ളത്.
ഈ ഒരു സിംഗിൾ ഡാറ്റ പ്രൊവൈഡർ യൂസ് ചെയ്താണ് മൾട്ടിപ്പിൾ ടെസ്റ്റ് കേസുകൾക്ക് വേണ്ടി ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മെത്തേഡ് അനുസരിച്ചായിരിക്കും ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജാവയിലെ റിഫ്ലക്ഷൻ എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ മെത്തേഡ് നെയിമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിക്വയർഡ് ഡാറ്റ പാസ് ചെയ്യുവാണ്. അപ്പം ക്രിയേറ്റ് യൂസർ എന്ന മെത്തേഡാണ് റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡാറ്റ 1 നമ്മൾ റിട്ടേൺ ചെയ്യും. അതായത് ഡാറ്റ 1 ഇതാണ്. അതുപോലെ മെത്തേഡ് പേര് അപ്ഡേറ്റ് യൂസർ എന്നാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ 2 റിട്ടേൺ ചെയ്യും. അതായത് ഈ ഡാറ്റ റിട്ടേൺ ചെയ്യും. അതുപോലെ ഈ രണ്ട് മെത്തേഡും അല്ലാതെ വേറൊരു മെത്തേഡ് ഉണ്ട്. പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡാറ്റ പ്രൊവൈഡർ ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് പ്രൊവൈഡ് ടെസ്റ്റ് ഡാറ്റ എന്നുള്ള രീതിയിൽ ഒരു കൺസോളിൽ ഒരു മെസ്സേജ് വരും. അപ്പോൾ നമുക്ക് എറർ മെസ്സേജ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ട് വരുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് ഡാറ്റ കിട്ടാത്തതെന്നുള്ളത് മനസ്സിലാകും. കാരണം നമ്മളവിടെ ഡാറ്റ പ്രൊവൈഡറിനകത്ത് അങ്ങനെ ഒരു മെത്തേഡിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം അത് മെൻഷൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഇഷ്യൂ ഫിക്സ് ആയിക്കോളും. ഇനി ഞാൻ ഈ ജാവ ക്ലാസ് റൺ ചെയ്യാൻ പോവാണ്. റൺ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ ഡാറ്റ പ്രൊവൈഡറിൻ്റെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഡാറ്റ പ്രൊവൈഡർ ഒരെണ്ണം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആ ഡാറ്റ പ്രൊവൈഡർ നെയിം കറക്റ്റായിട്ട് രണ്ട് ടെസ്റ്റിനും കൊടുക്കുക. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ടെസ്റ്റ്. നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് രണ്ട് ടെസ്റ്റും എക്സിക്യൂട്ടായി. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റ പ്രൊവൈഡർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡാറ്റ പ്രൊവൈഡർ വേറെ ഒരു ക്ലാസ്സിൽ ആഡ് ചെയ്ത ശേഷം ആ ക്ലാസ് ഈ രണ്ട് ടെസ്റ്റ് മെത്തേഡിനകത്ത് മെൻഷൻ ചെയ്തും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതും കൂടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഡാറ്റ പ്രൊവൈഡർ ഡെമോ എന്ന് പറഞ്ഞ് അവിടെ ഞാൻ ഈ ഡാറ്റ പ്രൊവൈഡർ കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. ഫയൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ഡാറ്റ പ്രൊവൈഡർ ഞാൻ കമൻറ്റ് ചെയ്യുന്നു. ഇനി ഈ ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന ഈ ഡാറ്റ പ്രൊവൈഡർ സിംഗിൾ ഡാറ്റ പ്രൊവൈഡർ ടെസ്റ്റ് എന്നുള്ള മെത്തേഡിനകത്തേക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിവിടെ മെൻഷൻ ചെയ്യണം. ഡാറ്റ പ്രൊവൈഡർ ക്ലാസ് ഈക്വൽ ടു ഡാറ്റ പ്രൊവൈഡർ ഡെമോ ഡോട്ട് ക്ലാസ് എന്ന് കൊടുക്കണം. അത് രണ്ട് ടെസ്റ്റ് മെത്തേഡിനകത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ജാവ ക്ലാസ് റൺ ചെയ്യാം. റൺ ആസ് ടെസ്റ്റ് രണ്ടും കറക്റ്റായിട്ട് വർക്കായി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിംഗിൾ ഡാറ്റ പ്രൊവൈഡർ യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഈ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.